നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക. ആ പ്ലേലിസ്റ്റിൽ നമ്മളെല്ലാ വീഡിയോസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ S3 2019 CSE ആൻഡ് IT എന്ന് പറയുന്നത് CS-ഉം IT-യും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ നിങ്ങൾ നോക്കി പഠിക്കുക. S3 2019 എന്ന് പറയുന്ന മൊഡ്യൂൾ അതർ ബ്രാഞ്ചസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള മൊഡ്യൂളാണ്. അപ്പോൾ അതും നോക്കി നിങ്ങൾ പഠിക്കുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിക് വൈസ് വീഡിയോസ് അറേഞ്ച് ചെയ്ത് കാണാം. അപ്പോൾ അതും നോക്കുക. നിങ്ങൾ പ്ലേലിസ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് IT സ്റ്റുഡൻസ് പഠിക്കുന്ന ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ തേർഡ് മൊഡ്യൂൾ. ആ തേർഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ വീഡിയോ ആണ് ബൈനറി റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഓൾറെഡി നമ്മൾ +1 +2 പഠിച്ച റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെയാണ്. യാതൊരു വ്യത്യാസവും ഇല്ല, പേരിൽ മാത്രം ഒരു ബൈനറി കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ. ഫോർ സെറ്റ്സ് A and B, any subset of A cross B is called the binary relation from A to B. എ എന്ന ബിയിലേക്കുള്ള ഒരു റിലേഷൻ, സാധാരണ രീതിയിൽ നമ്മൾ റിലേഷൻ ഡിനോട്ട് ചെയ്യാറുള്ളത് R എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. R ഫ്രം A to B ഒരു റിലേഷൻ ആവണമെങ്കിൽ ആ R എന്തായിരിക്കണം? A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണ് R എന്ന് പറയാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. എനി സബ്സെറ്റ് ഓഫ് A ക്രോസ് A ഈസ് കോൾഡ് ദ റിലേഷൻ ഓൺ A. റിലേഷൻ ഓൺ എ എന്ന് പറയുമ്പോൾ R ഓൺ എ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? R ഫ്രം A to A ആണ് അല്ലെ? A to A ആണ്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, A എന്ന് പറഞ്ഞ സെറ്റ് 1 2 ആൻഡ് B എന്ന് പറഞ്ഞ സെറ്റ് ABC. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ A ക്രോസ് ബി എന്താണ് നോക്കി നോക്കുക ആദ്യം. A ക്രോസ് ബി എന്ന് പറയുന്നത് 1A 1B 1C അല്ലേ? പിന്നെ 2A 2B ആൻഡ് 2C. ഇതായിരിക്കും A ക്രോസ് A എന്ന് പറയുന്ന A ക്രോസ് B എന്ന് പറയുന്ന സെറ്റ്. ശരിയല്ലേ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി ഇതിന്റെ സബ്സെറ്റുകൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓരോ എലമെന്റുകൾ 2 എലമെന്റോ 3 എലമെന്റോ ഒക്കെ എടുത്ത് നമുക്ക് സബ്സെറ്റ് എഴുതാം അല്ലേ? അപ്പോൾ 1A ആൻഡ് 2B ഇങ്ങനെ ഒരു സബ്സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഈ സബ്സെറ്റ് എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും സബ്സെറ്റ് A ക്രോസ് ബിയുടെ ഏതെങ്കിലും സബ്സെറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം? റിലേഷൻ ആയിട്ട് പറയാം. ഏത് സബ്സെറ്റ് ആണെങ്കിലും അതെന്താണ്? റിലേഷൻ ആണ്. A ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റും എന്താണ്? റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്പർ ഓഫ് റിലേഷൻസ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറയുമ്പോൾ എന്താ വരിക? A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ 2n of A ക്രോസ് B അതായിരിക്കും നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. നൊട്ടേഷൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. 2 മോഡുലസ് A ക്രോസ് B എന്നാണ് നമ്മളുടെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്. അപ്പോൾ A എന്ന് പറഞ്ഞ സെറ്റിന്റെ മോഡുലസ് അല്ലെങ്കിൽ കാർഡിനാലിറ്റി, അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് m-ഉം B എന്ന് പറഞ്ഞ സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n-ഉം ആണെങ്കിൽ 2mn റിലേഷൻസ് ഉണ്ടാവും എയിൽ നിന്ന് ബിയിലേക്ക്. 2mn റിലേഷൻസ് ഫ്രം A to B എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നമ്പർ ഓഫ് റിലേഷൻസ് 2mn റിലേഷൻസ് ഫ്രം A to B if A have m elements and B have n elements. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? റിലേഷൻസ് എന്ന് പറയുക. ഇനി നമ്മൾ +2 പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ആ റിലേഷൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ആ റിലേഷൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, കോഡൊമൈൻ എന്താണെന്നൊക്കെ നോക്കി വെച്ചോളൂ. ഇത് റിലേഷൻ ആണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഡേർഡ് പെയറുകളിൽ വരുന്ന ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമൈൻ എന്ന് പറയുക അല്ലേ? അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് 1-ഉം 2-ഉം ആണ്. അതേപോലെ തന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് എന്ന് പറയുക അല്ലേ? എയും ബിയും ആണ് ഈ റിലേഷന്റെ റേഞ്ച്.
ദാറ്റ് ഈസ് ഈക്വൽ ടു എ കൊമ ബി. ആൻഡ് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എവിടേക്കാണോ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റാണ് കോഡൊമൈൻ. അപ്പോൾ ഇവിടെ എ ടു ബി ആണെങ്കിൽ ബി ആയിരിക്കും ഇതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത്. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. റിലേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ റിലേഷൻസിനെ പറ്റി നമുക്ക് പഠിക്കണം. ടൈപ്പ് ഓഫ് റിലേഷൻസും അങ്ങനെ കുറേ പാർഷ്യൽ ഓർഡറിങ്ങും ഇക്വലൻസ് റിലേഷനും റിഫ്ലെക്സീവ്, സിമെട്രിക്സ്, ആൻറ്റി സിമെട്രിക്, ഇറിഫ്ലെക്സീവ്, അതൊക്കെ ട്രാൻസിറ്റീവ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ വഴി അടുത്തടുത്ത ടോപ്പിക്കുകൾ പറയും. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള ബൈനറി റിലേഷൻ എന്താണെന്നുള്ള കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇനി അതിലൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോളൂ നിങ്ങൾ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ഈക്വൽ ടു 1 2 3 ആൻഡ് ബി ഈക്വൽ ടു 2 4 5 ഗീവ് എക്സാമ്പിൾസ് ഓഫ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? നോൺ എം ടി റിലേഷൻ ഫ്രം എ ടു ബി. നോൺ എം ടി ആയിട്ടുള്ള റിലേഷൻ, അതായത് എം ടി അല്ലാത്ത റിലേഷൻ ഫ്രം എ ടു ബി. ആൻഡ് 3 നോൺ എം ടി റിലേഷൻസ് ഫ്രം റിലേഷൻസ് ഓൺ എ. ഇതിനകത്തുള്ള റിലേഷൻസ് ആണ് ചോദിക്കുന്നത്. എ ടു ബി ഒരു 3 റിലേഷൻ, നോൺ എം ടി ആയിട്ടുള്ള 3 റിലേഷൻസ് എഴുതാം. ആൻഡ് എ ടു എ നോൺ എം ടി ആയിട്ടുള്ള ഒരു 3 റിലേഷൻസ് എഴുതാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ എ ടു ബി ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ R1 എന്ന് ഞാൻ എഴുതുന്നു. R1 ഇവിടെ ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകൾ ഏതെങ്കിലും എഴുതിയാൽ മതി അല്ലേ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 1 2 എന്ന് പറഞ്ഞത് ഒരു നോൺ എം ടി റിലേഷൻ ആണ്. R2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 4 3 5 ഇതൊരു റിലേഷൻ ആണ്. ആൻഡ് R3 ഈക്വൽ ടു ഏത് വേണമെങ്കിലും എഴുതാട്ടോ നിങ്ങൾക്ക്. എത്ര എണ്ണം എലമെന്റ്സ് ഉണ്ട്, എത്ര എണ്ണം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. 3 2 ആൻഡ് 3 4 ഇതും ഒരു നോൺ എം ടി റിലേഷൻ ആണ്. ഓൾ ദീസ് ആർ ഫ്രം എ ടു ബി. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എ ടു എ തന്നെ നിങ്ങൾ 3 നോൺ എം ടി റിലേഷൻസ് എഴുതണം. ഇനി 3 നോൺ എം ടി റിലേഷൻസ് ഓൺ എ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഏതാണ്? R1 എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഇവിടെ എയിൽ നിന്ന് മാത്രമേ എലമെന്റ്സ് സെലക്ട് ചെയ്യാവൂ. എ ക്രോസ് എയിലത്തെ ഓർഡേഡ് പെയറുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എഴുതുന്ന 1 1 2 2 3 3 ഇതൊരു റിലേഷൻ ആണല്ലോ. ഇത് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ്. പിന്നെ വേറൊരെണ്ണം സെറ്റ് 2 3. ഓക്കെ, ഇത് റിലേഷൻ ആണ്. ദെൻ വേറൊരെണ്ണം R3 ഈക്വൽ ടു 2 3 3 3 ഇത് റിലേഷൻ ആണ് അല്ലേ. ഈ കാണുന്നതൊക്കെ എന്താണ്? നോൺ എം ടി റിലേഷൻസ് ഫ്രം എ ടു ബിയും എ ടു എയും ആണ്. ഇനി സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സബ്സെറ്റ് ആണ് എ ക്രോസ് എയുടെ അല്ലെങ്കിൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. സബ്സെറ്റുകളുടെ ഏറ്റവും ചെറിയ സബ്സെറ്റ് ഏതാണ്? നൾ സെറ്റ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും വലിയ സബ്സെറ്റ് ഏതാണ്? ആ സെറ്റ് തന്നെയാണ് ഏറ്റവും വലിയ സബ്സെറ്റ്. ഏറ്റവും ചെറിയ സബ്സെറ്റ് നൾ സെറ്റും ഏറ്റവും വലിയ സബ്സെറ്റ് ആ സെറ്റ് തന്നെയാണ്. അപ്പോൾ നൾ സെറ്റും എന്തായിരിക്കും? ഇവിടെ ഒരു റിലേഷൻ ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് പറയുന്ന ഒരു റിലേഷൻ ആയിരിക്കും നൾ സെറ്റ്. ആ റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ എന്ന് പറയും. എം ടി റിലേഷൻ, അതായത് അവിടെ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതിൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ്. എന്തുകൊണ്ടാണ് എം ടി പറയേണ്ടി വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സെറ്റിന്റെ കൺസെപ്റ്റിൽ നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യണം? നൾ സെറ്റിനെ ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ് എന്ത്? നൾ സെറ്റ്. അതുകൊണ്ടാണ് നമുക്ക് നൾ സെറ്റിനെയും ഒരു റിലേഷൻ ആയിട്ട് പറയേണ്ടി വരുന്നത്. ഓക്കെ, അത് അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എ ക്രോസ് എ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ അല്ലെ. ഏറ്റവും വലിയ സബ്സെറ്റ് ആണ്. എ ക്രോസ് എയുടെ ഏറ്റവും വലിയ സബ്സെറ്റ് ആണ്. അപ്പൊ ഏറ്റവും വലിയ റിലേഷനും ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ് പറയുന്നത്. എന്താ പറയാ? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എം ടി റിലേഷനിൽ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയാം: നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് ബി. എനി എലമെന്റ് ഓഫ് ബി എന്ന് പറയാം. അതായത് എയിലുള്ള ഒരു എലമെന്റും ബിയിലുള്ള ഒരു എലമെന്റുമായിട്ടും റിലേറ്റഡ് അല്ല. നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് ബി. അതാണ് എം ടി റിലേഷന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ ആണെങ്കിലോ? യൂണിവേഴ്സൽ റിലേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എവറി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് ബി. എവറി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു every element of B. എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുള്ള എല്ലാ എലമെന്റ്സുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും. ആ ഓർഡേഡ് പെയറിൽ കാണുന്ന ഫസ്റ്റ് എലമെന്റുകളെ നമ്മൾ ഡൊമൈൻ എന്ന് പറയും. ഓർഡേഡ് പെയറിൽ കാണുന്ന സെക്കൻഡ് എലമെന്റുകളെ നമ്മൾ
റേഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിലേഷൻസിൻ്റെ പറ്റിയ സ്റ്റാർട്ടിങ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം തൽക്കാലം ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് വരാം. പെട്ടെന്ന് നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്ത് പോവാം. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. റെഗുലറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.